10 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തത് ഡിസൈനിങ് ഫീൽഡിലായിരുന്നു. ഒരു ടെക് ഇല്ലസ്ട്രേറ്ററായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ സീനിയർ ഡിസൈൻ എഞ്ചിനീയറായി. അവിടുന്ന് ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന ടെക് ലീഡായി. ടെക്നിക്കലി ഐ വാസ് പ്രെറ്റി ഗുഡ് അറ്റ് വാട്ട് ഐ വാസ് ഡൂയിങ്. പക്ഷേ ഉള്ളിൽ എവിടെയോ ഒരു സ്റ്റാഗ്നേഷൻ, ഒരുതരം മടുപ്പ്. ഐ റിയലൈസ്ഡ് ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഐ വാസ് ഡൂയിങ് എനിമോർ. ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, എന്തായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആലോചിച്ച് കിട്ടിയൊരു ഉത്തരമാണ് സംതിങ് റിലേറ്റഡ് ടു റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഹിയർ ഈസ് എ ഡിസ്ക്ലെയിമർ. പക്ഷേ ഇതായിരിക്കാം എനിക്ക് സന്തോഷം തരുന്നതെന്ന് എനിക്ക് തോന്നി. എനിവേ ഐ എം പാർട്ട് ഓഫ് ദ സെയിം റാറ്റ് റേസ്. വൈ നോട്ട് ഡു സംതിങ് ഐ ആക്ച്വലി ലവ്. അങ്ങനെയാണ് ഞാനൊരു റൈറ്റർ ആവാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാനൊരു ടെക് റൈറ്ററായി. പലരും എന്നോട് ചോദിച്ചു, വട്ടാണല്ലേ എന്ന്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ കളഞ്ഞിട്ട് എന്തിനാണ് ഈ റിസ്ക്? ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ദ ജേർണി വാസ് നോട്ട് ദാറ്റ് ഈസി. ഞാൻ ഫേസ് ചെയ്തത് 85 റിജക്ഷൻസ് ആണ്. 85. പക്ഷെ ആ പരാജയങ്ങൾക്കിടയിലും എന്നെ മുന്നോട്ട് നയിച്ചത് ഒരു സിസ്റ്റമാറ്റിക് ശീലമാണ്. ഫോർഗെറ്റ് അബൌട്ട് ഗോൾസ്, ഫോക്കസ് ഓൺ സിസ്റ്റംസ് എന്ന വലിയ പാഠം പറഞ്ഞു തരുന്ന പുസ്തകമാണ് ആറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. നമ്മളൊക്കെ വലിയ വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കൊരു ടെക് റൈറ്റർ ആവണം എന്നതായിരുന്നു എൻ്റെ ഗോൾ. പക്ഷേ ജെയിംസ് ക്ലിയർ പറയുന്നത് വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഹാവ് ദ സെയിം ഗോൾ എന്നാണ്. ജോലി കിട്ടിയവനും കിട്ടാത്തവനും ഒരേ ഗോൾ തന്നെയല്ലേ എന്ന്. ദ റിയൽ ഡിഫറൻഷിയേറ്റർ ഈസ് ദ സിസ്റ്റം. ആ 85 റിജക്ഷൻ കിട്ടിയപ്പം ഞാൻ എൻ്റെ ഗോളിനെ കുറിച്ച് ആലോചിക്കുന്നത് നിർത്തി. പക്ഷേ ഓരോ ദിവസത്തെയും സിസ്റ്റം അങ്ങോട്ട് മാറ്റി. എല്ലാ ദിവസവും കുറച്ചു നേരം പുതിയ ടൂൾസ് പഠിക്കുക, പുതിയ കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, കുറച്ചു നേരം എഴുതുക. ഇറ്റ് വാസ് എ ഡെയിലി റിച്വൽ. എങ്ങനെയാണ് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത്? ജീവിതം തന്നെ മാറ്റാൻ പറ്റുന്ന 4 നിയമങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ, മേക്ക് ഇറ്റ് ഒബ്വിയസ്. നമുക്ക് നല്ലൊരു ശീലം വേണമെങ്കിൽ അതിൻ്റെ ക്യൂ നമ്മുടെ കണ്ണിൽ പെടണം. ഉദാഹരണത്തിന്, എനിക്ക് രാവിലെ ഫോൺ നോക്കാതെ എഴുന്നേൽക്കണം, ആ ശീലം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഫോൺ എൻ്റെ കയ്യകലത്തിൽ നിന്നും കുറച്ച് മാറി എടുത്തു വെക്കണം. എന്നിട്ട് വേണം ഞാൻ കിടക്കാൻ. അതേപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യം. എനിക്കിപ്പോൾ എഴുതി തുടങ്ങണം എന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് ടേബിളും ലാപ്ടോപ്പ് റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ബുക്കോ ലാപ്ടോപ്പോ അത് റെഡിയാക്കി എടുത്തു വെക്കണം. ദ സെക്കൻഡ് പോയിന്റ് ഈസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഇപ്പോൾ നമുക്ക് എഴുതുന്ന ഒരു കാര്യം എടുക്കാം. ഇപ്പോൾ എഴുതുകയാണെങ്കിൽ എഴുത്തിനിടയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാം. അതായത് ഒരു നല്ല ചായ കുടിക്കുകയോ ഒരു നല്ല കോഫി കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ വർക്കിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. ദ തേർഡ് പോയിന്റ് ഈസ് മേക്ക് ഇറ്റ് ഈസി. നമുക്ക് ജിമ്മിൽ പോകുന്നത് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മൾ ജിമ്മിൽ പോകാൻ മടിക്കുന്നത് എന്തിനാ? രാവിലെ തന്നെ എഴുന്നേൽക്കണം, ആ ഡ്രസ്സും ഷൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ നമുക്ക് ഭയങ്കര മടിയാണ് ആ കാര്യത്തിനൊക്കെ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? തലേ ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെക്കാം. ഇതാണ് ദ 2 മിനിറ്റ് റൂൾ. ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് പകരം അതിൻ്റെ ആദ്യത്തെ 2 മിനിറ്റ് മാത്രം ചെയ്യുക. എഴുതാൻ മടിയാണോ? ഒരു വരി മാത്രം എഴുതുക. ഡോണ്ട് ട്രൈ ടു മാസ്റ്റർ ദ ആർട്ട് ഓഫ് പെർഫെക്ഷൻ, ഫസ്റ്റ് മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഷോയിങ് അപ്പ്. ദ ലാസ്റ്റ് റൂൾ, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ആ ചെയ്ത കാര്യത്തിന് ഒരു ചെറിയ റിവാർഡ്. ഒരു ഐസ് കഷ്ണത്തെ ചൂടാക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഐസ് കഷ്ണം ചൂടാക്കുമ്പോൾ 31 ഡിഗ്രി വരെ അത് ഉരുകില്ല. പക്ഷേ 32ാമത് എത്തുമ്പോൾ അത് പെട്ടെന്ന് ഉരുകാൻ തുടങ്ങും. ജെയിംസ് ക്ലിയർ ഇതിനെ ദ പ്ലാറ്റിയോ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. All the hard work I did during those 85 rejections wasn't wasted. It was being stored. Every time you write a page, you are voting for your identity. അതിനുശേഷം ഞാൻ ഒരു 50ലേറെ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത ഒരു റൈറ്ററായി മാറിയെങ്കിൽ അത് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ പതുക്കെ മാറ്റിയത് കൊണ്ടാണ്.
ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്. എനിക്കൊരു ജോലി വേണം എന്നതിലുപരി ഞാനൊരു റൈറ്റർ ആണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറയാൻ ശീലിച്ചു. നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് വാല്യൂസ് തരുന്നത് കൊണ്ട് മാത്രമല്ല, അത് നമ്മളെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ AI കാലത്ത് നമ്മുടെ തലച്ചോറിന് ഇത്തരം വ്യായാമങ്ങൾ നിർബന്ധമാണ്. നമ്മുടെ ഈ നല്ല ശീലങ്ങളാണ് നമ്മുടെ കരുത്ത്. അത് ആരും കാണാതെ നമ്മുടെ ഉള്ളിൽ വേരുകളായി പടരണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് അപ്പ് എ ബുക്ക്, സ്റ്റാർട്ട് റീഡിംഗ്.